കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സൗദി കബ്സ ആണ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കബ്സ. ചിക്കൻ കബ്സയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ പീസസ് ആയിട്ട് 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേ ലീവ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ജീരകം പൊടിച്ചത് വേണം, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്, ഉണങ്ങിയ ലെമൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 or 2 നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു വലിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഒനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ മസാലാസ്, കുറച്ച് മസാലാസ് എടുത്തിട്ടുണ്ട്, ഓൾ മസാലാസ്, പിന്നെ കുറച്ച് മസാല പൊടികൾ നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെല്ല ബസ്മതി റൈസാണ് കബ്സയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ലോങ് ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ഈ സെല്ല ബസ്മതി റൈസ് കണ്ടോ, ഇത് തന്നെ എടുത്താലാണ് കബ്സയ്ക്ക് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. സാധാരണ ബസ്മതി റൈസ് എടുത്താലും കുഴപ്പമില്ല. ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ബസ്മതി റൈസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് സോക്ക് ചെയ്തിട്ടിട്ട് എടുക്കുന്നത്. കബ്സ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു വലിയൊരു വെസലിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഓയിലും ചേർക്കാതെ ചുമ്മാ എല്ലാ മസാലയും കൂടി ഒരുമിച്ചാക്കി, ചിക്കനും റൈസും എല്ലാം കൂടി ഒരുമിച്ചാക്കി കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാലും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് കബ്സ ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒനിയൻ, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചേർത്തു, ഫ്രഷ് ആണ് കേട്ടോ, അത് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളി ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ. എരിവില്ലാത്ത പരിപാടി നമുക്കില്ല. ഞാനൊരു 3 എരിവുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ടൈമായി. ഒപ്പം ബേ ലീവ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. തൽക്കാലം ചിക്കൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സോൾട്ട് ഇടാം. ഈ ചിക്കനിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങിക്കോളും. ഇതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രൈഡ് ലെമൺ. അത് നമുക്ക് ഈ അവസ്ഥയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്.
ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് 2 മെത്തേഡുണ്ട്. ഒന്നുകിൽ നമുക്ക് റൈസ് ചിക്കൻ വേകുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വേകാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ വെന്ത ചിക്കൻ പീസസ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ടത് ഗ്രില്ല് ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് മസാല പറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യും. ആ മെത്തേഡും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതായിരിക്കും കൂടുതലും നല്ലത്. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കുറച്ചും കൂടിയും ടേസ്റ്റിയർ ആയിരിക്കും. ചില ആൾക്കാർ ഇത് സ്മോക്കി ടേസ്റ്റ് ആക്കിയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്താലും നല്ലതാണ്, നമ്മൾ തവ ചിക്കനിൽ ചെയ്ത പോലെ. അപ്പോൾ കംപ്ലീറ്റ് ചിക്കൻ ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൽ പോരാത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതുമൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റാത്തവർ ഇത് പാനിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഈ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ മിക്സ് ചെയ്തിട്ട് ചിക്കനിലൊന്ന് പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. ബാലൻസ് മസാലയുടെ മിക്സ് ഉണ്ട് ഇവിടെ. ഇത് ഞാൻ മെഷർ ചെയ്ത് നോക്കി. ഇതിൽ 4 ഗ്ലാസ് മസാല വാട്ടറാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. മസാല വാട്ടർ കുറവാണെങ്കിൽ നമ്മൾ റൈസ് കുക്കാവാനുള്ള എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം മെഷർ ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ബസ്മതി റൈസ് ആണെങ്കിൽ അത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ആയിരിക്കും. ഇത് കപ്സ റൈസാണ്, നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം. മസാലയിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഞാനിവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്തെടുക്കുന്ന ചിക്കൻ കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, റൈസ് വെന്ത് കഴിയുമ്പം അതിൻ്റെ മുകളിൽ ഈ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒന്ന് നിരത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ കപ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചിക്കൻ എല്ലാം നന്നായിട്ട് ഗ്രില്ലായി. റൈസ് ആണെങ്കിലും കറക്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് ഒന്നൊന്നിൽ തൊടാതെ സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.